നമുക്കിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കാം. വെറും രസമല്ല, അയ്യങ്കാർ സ്റ്റൈൽ പൈനാപ്പിൾ രസം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈനാപ്പിൾ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പൈനാപ്പിളാണ് വേണ്ടത്. അതൊരു ബൗള് പൈനാപ്പിൾ വലിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ച് വയ്ക്കാം. പിന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കണം, അത് നമുക്ക് അങ്ങനെ തന്നെ ഇടാനുള്ളതാണ്. പിന്നെ 2 തക്കാളി വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ ഒരു മുളക് വേണം, ഒരു പച്ചമുളക്. ഇനി വേണ്ടത് ഒരു ബൗളോളം പരിപ്പ് വേവിച്ചിട്ടെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, കുരുമുളക്, വെളുത്തുള്ളി ഒന്നും അയ്യങ്കാർ രസത്തിൽ ചേർക്കാറില്ല, പക്ഷേ വെളുത്തുള്ളി ചേർക്കാത്തൊരു രസത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേർത്താണ് കേട്ടോ. വെളുത്തുള്ളി, സവാള, ഉള്ളി പോലുള്ള ഐറ്റംസ് ഒന്നും ചേർക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളും തക്കാളിയും മല്ലിയിലയും കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് രസത്തിൽ എത്ര ക്വാണ്ടിറ്റി വെള്ളം വേണോ ആ വെള്ളവും കൂടെ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അതും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വയ്ക്കണേ. നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ പുളിയുടെ വെള്ളം നമ്മൾ സാധാരണ രസത്തിലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ആ പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ രസം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ രസം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ വെള്ളമില്ല, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പ് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല പരിപ്പിൻ്റെ വെള്ളം കിട്ടാം. ബാക്കി പരിപ്പ് നമുക്ക് വേറെ ഏതെങ്കിലും കറിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ചും കൂടി രസം ഒന്ന് തിളയ്ക്കണം. ഞാൻ ആദ്യം ഒരു പച്ചമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷേ അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഈ മുളക് പൊടിയും കുരുമുളകും എല്ലാം കൂടി എനിക്ക് എരിവ് കറക്റ്റ് ആയിരുന്നുകൊണ്ട് കേട്ടോ ഞാനത് ചേർക്കാതിരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ പൈനാപ്പിളിൽ കുറച്ച് മധുരക്കുറവുണ്ടായിരുന്നു. നിങ്ങളുടെ പൈനാപ്പിളിൽ നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് മധുരക്കുറവുള്ളത് കൊണ്ട് പഞ്ചസാര ചേർത്താണ്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി. കാരണം രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചേർത്താൽ മതി. താളിക്കാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കണം. നെയ്യ് തന്നെ വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു ആവശ്യത്തിന് കടുക് ചേർക്കാം. പിന്നെ ഒരു നുള്ള് ഉലുവയും കൂടി ചേർക്കാം കേട്ടോ. ഉലുവയും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാൻ കേട്ടോ വേണമെങ്കിൽ, അതൊന്ന് ചതച്ച് നല്ല കല്ലിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് കായത്തിൻ്റെ പൊടിയില്ലേ, കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ആയിരിക്കും ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ രസത്തിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി രസമാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താളിച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക്. മല്ലിയിലയാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിങ്ങനെ മല്ലിയില നമ്മൾ കറിയിൽ ചേർക്കുന്നതും നമ്മൾ കുറച്ച് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കണം. ഇങ്ങനെ വേവിച്ച മല്ലിയിലയുടെയും ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയ്ക്കും 2 ടേസ്റ്റാണ്. അപ്പം ഈ രസത്തിലൊക്കെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കൂടിയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് രേഖ സൈനിങ് ഓഫ്. Thank you.